മദ്രസകൾ മതി, പള്ളിക്കൂടങ്ങൾ വേണ്ട, ഇങ്ങനൊരു പോളിസി കേരളത്തിലുണ്ടോ? വളരെ നല്ല ചോദ്യമാണ്. കാരണം കേരള സാഹചര്യം, ഇപ്പോൾ ബംഗാൾ സാഹചര്യം, ബംഗാളിലെ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരി വന്നപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ടത് ഈ മദ്രസകളുടെ കണക്കെടുക്കണം, അനധികൃതമായ മദ്രസകൾ അടച്ചുപൂട്ടണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഉത്തരവുകളിൽ ഒന്ന് തന്നെ. അത് യു പിയിലൊക്കെ ചെയ്തിട്ടുണ്ട്, യു പിയിലും ചെയ്തിട്ടുണ്ട്, ആസാം, പല സംസ്ഥാനങ്ങളിലുമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബംഗാളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ആ സംസ്ഥാനത്തുമുണ്ട്. കേരളത്തിലും അതേ സാഹചര്യം തന്നെയാണ്. താങ്കൾക്ക് ഈ കേരളത്തിൽ എത്ര മദ്രസകൾ ഉണ്ടെന്നറിയാവോ? സംഖ്യ കുറവായിരിക്കുമല്ലോ. കുറവല്ല, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെക്കാൾ കൂടുതലാണ് മദ്രസകൾ. അങ്ങനെയുണ്ടോ? നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത് വിദ്യാലയങ്ങളാണല്ലോ. വിദ്യാലയങ്ങളാണ്. താങ്കളുടെ ചോദ്യത്തിൽ തന്നെയുണ്ട്. ഈ മദ്രസകളുടെ എണ്ണം കേരള സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളുടെ എണ്ണത്തിനേക്കാൾ വളരെ കൂടുതലാണ്. ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല. ഒന്നാമത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2019 മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലായിരുന്നു അന്ന് ന്യൂനപക്ഷകാര്യ മന്ത്രി. അദ്ദേഹം നിയമസഭയിൽ നടത്തിയ ആ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം അന്ന് എന്ന് വെച്ചാൽ ഇന്നേക്ക് ഏകദേശം 6-7 വർഷങ്ങൾക്ക് മുമ്പാണ്, കേരളത്തിലാകെ ഏകദേശം 21,683 മദ്രസകൾ ഉണ്ടെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. 21,683 മദ്രസ. അതിപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. കെ ടി ജലീലിൻ്റെ നിയമസഭയിലെ പ്രസംഗം കിടപ്പുണ്ട്. പക്ഷെ അതപ്പോൾ ഇതിനെങ്ങനെയാണ് ഈ ബോർഡൊക്കെ വെച്ചല്ലേ? ബോർഡൊക്കെ വെക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് സർക്കാരിലെ മന്ത്രി പറഞ്ഞപ്പോൾ അത് ഡേറ്റ കളക്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ. ആയിരിക്കണം. പക്ഷെ നമ്മൾ കാണുന്നില്ല, സ്കൂളുകൾ കാണാൻ പോകും. അതെ. അതിനകത്തൊരു പ്രത്യേകത, ഈ നമ്മളൊന്നൊരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. അന്നേരം 21,683 14 കൊണ്ട് ഹരിക്കുമ്പോൾ 1,549 മദ്രസ ഓരോ ജില്ലയിലുമുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ മദ്രസ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. 3,869 മദ്രസയുണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം. ഓരോ വിഭാഗത്തിനുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട സമസ്തയ്ക്കാണ് ഏറ്റവും കൂടുതൽ മദ്രസകളുള്ളത്. സമസ്തയുടെ EK വിഭാഗമുണ്ട്, AP വിഭാഗമുണ്ട്, അതുപോലെ തന്നെ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന വിഭാഗത്തിനുണ്ട്, പിന്നെ മുജാഹിദ് വിഭാഗത്തിനുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. ഇവർക്കെല്ലാം ഓരോരോ മദ്രസകൾ ഓരോ രീതിയിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, താങ്കൾ ചോദിച്ചതുപോലെ തന്നെ താങ്കൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിൻ്റെ വിചാരം ഈ മദ്രസകളുടെ എണ്ണം കുറവാണെന്നാണ്. അല്ല, കേരളത്തിലെ ആകെ പൊതുവിദ്യാലയങ്ങളുടെ എണ്ണം ഏകദേശം ഒരു 13,000 എണ്ണമേ ഉള്ളൂ കേരളത്തിൽ. അതിൻ്റെ ഇരട്ടിയുണ്ട്. 13,000 വിദ്യാലയങ്ങൾ എന്ന് വെച്ചാൽ ഈ സർക്കാർ സ്കൂളുകൾ ഏകദേശം 4,700 എണ്ണമാണ് കേരളത്തിലുള്ളത്. എയ്ഡഡ് വിദ്യാലയങ്ങൾ 7,200 7,250 അടുത്ത് വരും. പിന്നെ സ്വകാര്യ സ്കൂളുകൾ ഒരു 2,000 ഉണ്ട്. ഇത് CPM അവരുടെ വെബ്സൈറ്റിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കണക്കാണിത്. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ സംഖ്യ കിട്ടും. എന്ന് പറഞ്ഞാൽ മൊത്തം വിദ്യാലയങ്ങളുടെ എണ്ണം ഏകദേശം 13,000 ഉള്ളൂ. കൃത്യമാണ്. ഈ മദ്രസകളിലെ അധ്യാപകരുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ ഞെട്ടിപ്പോകും. പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരെക്കാൾ വളരെ വളരെ കൂടുതലാണ് കേരളത്തിലെ മദ്രസ അധ്യാപകർ. ഈ ജലീൽ തന്നെ പറഞ്ഞ കണക്കിനനുസരിച്ച് നോക്കുമ്പോൾ ഈ മദ്രസകളിലെ അധ്യാപകരുടെ എണ്ണം ഈ 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 2,04,683 അധ്യാപകരാണ്. ഞാൻ പറഞ്ഞ കണക്കും ഗൂഗിളിൽ കിടക്കുന്ന കണക്കൊന്നുമല്ല, കൃത്യമായി നിയമസഭയുടെ പ്രസംഗം കിടപ്പുണ്ട്. മന്ത്രി പറഞ്ഞതാണ് അന്നത്തെ 2,04,683 അധ്യാപകർ. എന്നുവെച്ചാൽ ഈ 21,683 മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഏകദേശം ഒരു മദ്രസയിൽ 10 പേര് ആവറേജ് എന്ന കണക്കുണ്ട്. ഇത് നിസ്സാരമല്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ സമസ്തയുടെ കണക്ക് തന്നെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ മദ്രസ പൊതുപരീക്ഷ നടത്തിയത് കേരളത്തിലെ 6,432 സ്ഥലങ്ങളിലാണ്. ഈ ഇന്നലത്തെ പത്രങ്ങളിലൊക്കെ വന്നൊരു വാർത്തയുണ്ട്. ഈ ജൂൺ മാസത്തിലെ 6ാമത്തെ വർക്കിംഗ് ഡേക്ക് ശേഷം സ്കൂളുകളുടെ എണ്ണം നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രം 6 പൊതുവിദ്യാലയങ്ങളാണ് അടച്ചുപൂട്ടിയത്. പക്ഷേ മദ്രസകളുടെ എണ്ണം കൂടുന്നതിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ ഈ സമസ്തയുടെ വെബ്സൈറ്റിൽ നമ്മൾ ഈ വർഷം 4ാം മാസത്തെ കണക്ക് നോക്കുമ്പോൾ അവരുടെ സമസ്തയ്ക്ക് മാത്രമുള്ള മദ്രസകളുടെ എണ്ണം 111111 എന്ന് വെച്ചാൽ 11,111 എന്നും പറഞ്ഞ അവരുടെ ഒരു കണക്കാണ്. ഒരു നല്ല സംഖ്യ എന്നിട്ട് ഒരു ഫാൻസി നമ്പർ ഇത്. ഈ അടുത്ത മാസമായപ്പോൾ 5ാം മാസമായപ്പോഴേക്കും 8 എണ്ണം കൂടെ കൂടി. 11,120 11,120. അന്നേരം പൊതുവിദ്യാലയങ്ങളുടെ എണ്ണം കുറഞ്ഞു, ഈ മദ്രസകളുടെ എണ്ണം കൂടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തായ ഒരു അധ്യാപിക, കൊട്ടാരക്കരയുള്ള അധ്യാപിക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ വരുന്നില്ല, സ്കൂളുകൾക്ക് അടച്ചുപൂട്ടാൻ പോവാണ്, ഈ അധ്യാപകർ എന്ത് ചെയ്യും? അപ്പോൾ
അപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ കുറഞ്ഞു വരുന്നത്. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. സ്കൂളുകളിൽ വരുന്നില്ല, പകരം മദ്രസയിൽ പോവാണ്. മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ മദ്രസയിൽ പോവാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് ഒരു സംശയം വരും, മദ്രസ എന്ന് പറയുന്നത് അവരുടെ മതപഠനത്തിനുള്ള കാര്യമല്ലേ, അത് കഴിഞ്ഞിട്ട് അവർ സ്കൂളിൽ വരത്തില്ലേ? പക്ഷേ ശരിക്കും മദ്രസകൾ അങ്ങനെയല്ലല്ലോ. മദ്രസയിൽ +2 വരെ പഠിക്കാം. അതെ, മദ്രസയിൽ പഠിച്ചാൽ മതി, സ്കൂളിൽ പോകണ്ട. അങ്ങനെ കേരളത്തിലുണ്ടോ? അതെ അതെ ഉണ്ട്. മദ്രസകളിൽ പഠിക്കുകയും ഇപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് NIOS എന്ന് പറഞ്ഞ സ്കീമുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ CBSE ICSE പോലെ തന്നെയുള്ള ഒരു പാഠ്യപദ്ധതിയാണ്. സ്കൂളിൽ പോകണമെന്നേ ഇല്ല, അവർക്ക് എവിടെ വേണമെങ്കിലും പഠിക്കാം. പഠിച്ചിട്ട് തത്തുല്യമായ പരീക്ഷ എഴുതിയാൽ UPSCക്ക് സിവിൽ സർവീസിന് വരെ ഉള്ള യോഗ്യതയാണത്. അതേ സാഹചര്യമാണ് ഈ മദ്രസ വിദ്യാഭ്യാസവും. ഏകദേശം NIOSൻ്റെ സിലബസ് അനുസരിച്ചുകൊണ്ട് പല പ്രദേശങ്ങളിലും വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാലയങ്ങൾ തകരുകയും മദ്രസ വിദ്യാഭ്യാസം കൂടുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം തന്നെ ശാസ്താംകോട്ടയിലെ ഒരു വിദ്യാലയത്തിലുണ്ടായ വിവാദം താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഇല്ല, ഒരു വിദ്യാലയത്തിൽ അഡ്മിഷന് വേണ്ടി കുട്ടികൾ ചെന്നപ്പോൾ അവിടുത്തെ പ്രഥമാധ്യാപിക ഈപ്പൻ മെമ്മോറിയൽ എന്ന് പറയുന്ന നല്ലൊരു സ്കൂളാണ്. ആ വിദ്യാലയത്തിൽ ചെന്നപ്പോൾ അവർ അഡ്മിഷൻ എടുത്തില്ല, അത് മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞപ്പോൾ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ വളരെ വലിയൊരു ചർച്ച നടത്തി. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? അവിടെ ഏതോ മദ്രസയിലെയോ അല്ലെങ്കിൽ മുസ്ലിം മതപഠന കേന്ദ്രത്തിലെയോ കുട്ടികളെ അവിടുത്തെ യൂണിഫോമോടുകൂടി അവിടെ കൊണ്ടുപോയില്ലെങ്കിൽ ഇവർക്ക് വ്യക്തമായ ഐഡൻറ്റിറ്റി പ്രൂഫുകൾ ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ ഈ പ്രഥമാധ്യാപക അതിനെ എതിർത്തു. അതിനെ എന്തോ വലിയ പ്രശ്നമാക്കി ചിത്രീകരിച്ചു. പക്ഷേ അത് വളരെ വലുതായിട്ടൊന്നും ക്ലിക്ക് ചെയ്തില്ല. കാസ പോലുള്ള സംഘടനകൾ അതിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, കൊച്ചിയിൽ തന്നെ കുറച്ച് നാളിന് മുമ്പ് ഒരു വിദ്യാലയത്തിൽ, പള്ളുരുത്തിയിലൊരു വിദ്യാലയത്തിൽ സമാന സംഭവം ഇത് എല്ലായിടും ആവർത്തിക്കുന്നുണ്ട്. അന്നേരം ഈ ഇത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഈ മദ്രസകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ 2019 ഈ KT ജലീൽ നിയമസഭയിൽ അവതരിപ്പിച്ച മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിലെ അതിനെപ്പറ്റി എത്രമാത്രം ആനുകൂല്യമാണ് ഇവർക്ക് നൽകുന്നതെന്നറിയാമോ? ധാരാളം ആനുകൂല്യം നൽകും. അത് തന്നെ പറയുന്നത്, ശമ്പളം ഇല്ല, പെൻഷനില്ല, അവർ അംശദായം അടയ്ക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ബോർഡ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അംശദായമായിട്ട് കൊടുക്കുന്ന വെറും 50 രൂപ, ചെറിയ തുകയാണ്. 50 രൂപ അടച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ കിട്ടും. അതെ അതെ, ലക്ഷക്കണക്കിന് വെച്ചാൽ വളരെ, നിയമസഭയിൽ അദ്ദേഹം തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ വിവാഹ ധനസഹായം ഈ മദ്രസ അധ്യാപകനോ അദ്ദേഹത്തിന് 2 പെൺമക്കളോ കല്യാണം കഴിക്കുകയാണെങ്കിൽ 10,000 രൂപ കൊടുക്കും. പിന്നെ കുട്ടികൾ കോളേജിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ സ്കോളർഷിപ്പായിട്ട് 2,000 രൂപ കൊടുക്കും. പലിശരഹിത വായ്പയായിട്ട് 2.5 ലക്ഷം രൂപ കൊടുക്കും. തിരിച്ചടവ് 84 EMI ആയിട്ട് അടച്ചാൽ മതി. ചികിത്സാ ധനസഹായം 5,000 തൊട്ട് 25,000 രൂപ കൊടുക്കും. ഇങ്ങനെ ധാരാളം ആനുകൂല്യങ്ങൾ ഈ ക്ഷേമനിധി ബോർഡിൻ്റെ ആനുകൂല്യത്തിൽ പറ്റുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ മതപാഠശാലകളുണ്ട്. ഒരു കൃത്യമായ സിലബസ് ഇല്ല, യാതൊരു വിധമായ ഒരു ചട്ടക്കൂടുമില്ല. അതായത് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ വർഷം ഒരു ഉത്തരവിട്ടിരുന്നു. ഈ 2026 ജനുവരി ആകുമ്പോഴേക്കും ഇതിന് കേരളത്തിലെ അറിയപ്പെടുന്ന പ്രശസ്തരായ മതപണ്ഡിതന്മാരെ ചേർത്തുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഒരു സിലബസ് ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ളൊരു ഏകീകൃതമായിട്ടുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന് ചെയ്തു. പക്ഷെ നാളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും. അതാണ് കേരള സാഹചര്യം. അതാണ് ഈ മദ്രസ വിദ്യാഭ്യാസത്തിലെ എന്ന് വെച്ചാൽ നമ്മൾ നിസ്സാരമായിട്ട് ഇതിനെ തള്ളിക്കളയാൻ പാടില്ല. അല്ല, പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നത് മദ്രസകളാണ്. മദ്രസകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഇത് 6 വർഷം മുമ്പുള്ള കണക്കാണ്. സ്വാഭാവികമായിട്ടും എത്ര ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഇവർ തന്നെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ 3000 ചില്ലുവാനും മദ്രസകൾ മലപ്പുറം ജില്ലയിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. മലപ്പുറം ജില്ലയിലെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. 1969 ഈ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് നിന്ന് ഈ 2026 ആയപ്പോഴേക്കും 163% പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ആ ഒറ്റ ജില്ല. അതുകൊണ്ടാണല്ലോ അവരിപ്പോൾ ആവശ്യപ്പെട്ട 3 ജില്ല വേണമെന്ന്. അതെ, പുതിയ ജില്ല. ഏകദേശം ഇതേ ജനസംഖ്യയൊക്കെ ഉള്ളായിരുന്നു തിരുവനന്തപുരം ജില്ലയിലും 1971 സെൻസസിൽ. അവിടുത്തെ ഗ്രോത്ത് റേറ്റ് വെറും 55-60%. അത് സ്വാഭാവികമായിട്ടും വളരെ വലിയ രീതിയിലുള്ളൊരു പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അതിന് ആനുപാതിക രീതിയിൽ മദ്രസകളുടെ എണ്ണവും കൂടുന്നുണ്ട്. പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരെക്കാൾ കൂടുതലാണ് കേരള ജനസംഖ്യയുടെ 25% മുസ്ലിം ജനസംഖ്യ ഉള്ളൂ. എന്നുവെച്ചാൽ 100% വരുന്ന പൊതുവിദ്യാലയത്തിൽ ഉള്ള അധ്യാപകരുടെ എണ്ണം ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ 1,55,000 വരുന്നത്.
അന്നേരം 25% മാത്രമുള്ള മുസ്ലിങ്ങളുടെ അധ്യാപകരുടെ എണ്ണം 2,04,683 എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. എന്താണ് സ്വാഭാവികത? സ്വാഭാവികത വെച്ചാൽ ഇത്രയും മാത്രം എന്താണ് ഈ മതപാഠശാലയിൽ ഇത്രയും സംഖ്യ വരുന്നത് എങ്ങനെയാണ്? ഇത്രയും അധ്യാപകർ. ദുരൂഹതയല്ല, അതിനകത്ത് എന്തോ ഒരു പൊരുത്തക്കേട് നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു മദ്രസയിലേക്ക് 10 അധ്യാപകരെ വെച്ച് ഈ 25,000-ഓളം വരുന്ന ഈ മദ്രസകളിലെ അധ്യാപകരുടെ എണ്ണം ഇത്രമാത്രം വലുത് അല്ല. ഈ നേരത്തെ മീഡിയ വണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് മീഡിയ വൺ ഈ ഇടയ്ക്ക് മദ്രസ വിഷയം ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്നുള്ള പരിപാടിയിൽ അവർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ മദ്രസ ഉണ്ടെന്ന് പറഞ്ഞാൽ, വടക്കേ ഇന്ത്യയിലെ മദ്രസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെയുള്ള മദ്രസയല്ല. വടക്കേ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും സ്കൂളുകളും കോളേജുകളും ഒന്നുമില്ല. അതുകൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പോലും വിദ്യാഭ്യാസം കൊടുക്കുന്നത് മദ്രസകളാണ്. ആ മദ്രസകൾ പൂട്ടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കും വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിന് തുല്യമായ നടപടിയാണ് എന്ന് പറയുന്നത്. ഇതിൽ വല്ല കാര്യമുണ്ടോ? അങ്ങനെ തർക്കത്തിന് വേണ്ടി അത് ശരിയാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ, അതിന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഇത്രയും വ്യാപകമായി നിൽക്കുകയും സ്വകാര്യ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ, റെക്കഗ്നൈസ്ഡ് സ്കൂളുകൾ, CBSE വിദ്യാലയങ്ങൾ എല്ലായിടവും ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ എങ്ങനെ ഇത് കൂടുന്നത്? അവർക്ക് ഇത്രയും സൗകര്യം പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടെങ്കിൽ ഇത്രയും മദ്രസകൾ കൂടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകണ്ട, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ മാത്രം പഠിച്ച് ഒരു മതജീവികളായി മാറിയാൽ മതി എന്നുള്ള തന്നെയാണ്. മുസ്ലിം പൗരഹത്യം അപ്രകാരമുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകണമെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കും. അതെ. ഞാൻ പറഞ്ഞത് 25% മാത്രമുള്ള മുസ്ലിം സമുദായത്തിന് കേരളത്തിലെ അവർക്ക് ഇത്രയും അധ്യാപകരും ഇത്രയും മദ്രസകളും, പൊതുവിദ്യാലയങ്ങളിൽ അതിൽ കുറവെന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു അസ്വാഭാവികത എന്തോ മണക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ വേറെ കാര്യമുണ്ട്, അനിൽജി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ 25% ഉള്ളൂ? അല്ല, ഞാൻ പറഞ്ഞ സർക്കാരിന്റെ ഔദ്യോഗികമായ ഏകദേശ കണക്ക് വെച്ച് പറഞ്ഞു, അതൊന്നും അല്ല, അതിൽ 30-40 ഇടയ്ക്കുണ്ട്. അതെ, നമ്മളത് മറ്റൊരു വിഷയമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കേരളത്തിലെ ജനസംഖ്യ, ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു. കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 50% താഴെയാണ്. അതിന്റെ ഒരു പ്രകടമായിട്ടുള്ള തെളിവ് തന്നെ നമുക്ക് പറയാം. ഈ തവണത്തെ കേരള നിയമസഭയിലെ 140 MLA-മാരിലെ 71 ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ക്രിസ്ത്യാനിയും മുസ്ലിം കൂടെ ചേർന്ന് 71, ഹിന്ദുക്കൾ 69 ഉള്ളൂ. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. ഹിന്ദു നാമധാരികൾ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, ഹിന്ദുക്കൾ ഞാൻ പറഞ്ഞിട്ടില്ല. പിണറായി വിജയനെ അതിൽ കൂട്ടാം. ഹിന്ദു ആണോ നാമം കൊണ്ട് ഹിന്ദു ആണോ? ഹിന്ദു നാമധാരികളായിട്ടുള്ള MLA-മാർ ഹിന്ദു വിശ്വാസികളുടെ എണ്ണം എടുത്ത് അതിന്റെ പകുതിയാണ്, അതിലും കുറവാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ ആരാണ് തീരുമാനമെടുക്കുന്നത്? ഇതര മതസ്ഥരാണ് ഭൂരിപക്ഷം. ഇത്തരം മതസ്ഥരാണ് കൂടുതലായിട്ട് വോട്ട് ചെയ്യുന്നതിന്. അവരെല്ലാം കൂടെ എൻ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. ദേവസ്വം ബോർഡിൽ ഇനിയും ഈ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കണം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഹിന്ദുക്കൾ വേണം എന്നും പറഞ്ഞൊരു ബില്ല് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ, ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭയ്ക്കകത്തൊരു വോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് കൂടാഴികയുണ്ടോ? കേരള നിയമസഭയിൽ പ്രത്യേക താല്പര്യമുണ്ട്, ഐക്യകണ്ഠേന പാസ്സാവാറുണ്ട്. അവരുടെ ശമ്പളം കൂട്ടുന്ന കാര്യം, അവരുടെ ആനുകൂല്യം കൂട്ടുന്ന കാര്യമൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച ഇതും അതേപോലെ വന്നാൽ എന്തെടുക്കും? അനുഭവിക്കുക. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഹിന്ദുക്കളാണല്ലോ ഏറ്റവും വലിയ മതേതരവാദി. അതെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.